ആരും ചേട്ടാ വേണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇപ്പോഴെങ്കിലും നിനക്ക് ഭർത്താവിനോട് സ്നേഹം വന്നല്ലോ. ഏട്ടൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവനെ കൊല്ലാൻ പോകുന്നു. കൊന്നിട്ട് ഏട്ടൻ ജയിലിൽ പോവോ? ഏട്ടാ, ഇവനെ എന്തെങ്കിലും ചെയ്തിട്ട് ഏട്ടൻ എന്തിനാ സ്വന്തം ജീവിതം കളയുന്നത്? ഇവൻ ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ, ഏത് പെണ്ണിന്റെ കൂടെ വേണമെങ്കിലും ചുറ്റി നടക്കട്ടെ, അതിലൊന്നും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. അനു, നീ എന്താ ഈ പറയുന്നേ? നിന്നെ താലി കെട്ടിയ പുരുഷൻ ഏത് പെണ്ണിന്റെ കൂടെ പോയാലും നിനക്ക് പ്രശ്നമില്ലെന്നാണോ? നിനക്കെന്താടി ഇവനോട് പ്രേമം കയറി ഭ്രാന്തായോ? അമ്മ, ഇവൻ ആരുടെ കൂടെ പോയാലും എനിക്ക് ഒരു ചുക്കുമില്ല. അനു, അങ്ങനെ സംസാരിക്കരുത്. ഇവൻ നിന്റെ ഭർത്താവല്ലേ? ഇവനോ? ഇവൻ എന്റെ ഭർത്താവോ? ഇവൻ എന്റെ ഭർത്താവോ അല്ല, ഒരു തേങ്ങയോ അല്ല. അനു, ഓളെ, അവൻ ചെയ്തത് തെറ്റ് തന്നെയാ, സമ്മതിക്കുന്നു. പക്ഷെ അതിന്റെ പേരില് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ എന്റെ മുൻ നിന്റെ ഭർത്താവല്ലെന്ന് പറയരുത്. ഇവൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ല. പറയടി, അങ്ങനെ അങ്ങോട്ട് പറ. എല്ലാ സത്യങ്ങളും എല്ലാവരുടെയും മുന്നില് ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറ. ഒരു പശ പോലെ നീ എന്റെ ജീവിതത്തിൽ ഒട്ടിപ്പിടിച്ചതാണെന്നും എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നും അങ്ങോട്ട് പറയടി. ഇവൻ തോന്നിയ പോലെ ജീവിച്ചോട്ടെ, ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എനിക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല. ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഇവൻ എന്റെ ആരുമല്ല. എന്തൊക്കെയാണ് നീ വിളിച്ചു പറയുന്നത്? അമ്മേ, ഒരു പെണ്ണിന്റെ കഴുത്തിൽ അവളുടെ സമ്മതത്തോടെ ഒരു പുരുഷൻ താലി കെട്ടുമ്പോഴാ അവൻ അവളുടെ ഭർത്താവുന്നത്. ഞങ്ങളുടെ കല്യാണം നടന്നിട്ടില്ല, പിന്നെ എങ്ങനെ ഇവൻ എന്റെ ഭർത്താവാകും? അനു മോളെ, നീ പറഞ്ഞെന്താണെന്ന് നിനക്കറിയാമോ? ഇത്രയും കാലം എല്ലാവരും വിശ്വസിച്ചൊരു കാര്യം നീ ഇപ്പൊ ഇല്ലെന്ന് പറയുക. അറിയാം അനന്തരങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. പക്ഷെ ഇനി മിണ്ടാതിരുന്ന എന്റെ ഏട്ടന്റെ ജീവിതം വെറുതെ പോവും. കല്യാണം നടന്നില്ലേ? കല്യാണം നടക്കാതെയാണോ കഴുത്തിൽ താലിയായിട്ട് നീ വന്നു നിന്നത്? ഇല്ല, നീ ഇവനെ രക്ഷിക്കാൻ വേണ്ടി പറയാ. അമ്മേ, ഞാനെന്തിന് ഇവനെ രക്ഷിക്കണം? എന്റെ ആരും ചേട്ടൻ ഇവനെ എന്തെങ്കിലും ചെയ്തിട്ട് ജയിലിൽ പോകാൻ പാടില്ല. അതിനു വേണ്ടി ഞാൻ എല്ലാം തുറന്നു പറയുന്ന. അലോകിന്റെയും എന്റെയും കല്യാണം നടന്നിട്ടില്ല. അലോക് എന്റെ ഭർത്താവും അല്ല, ഞാൻ അലോകിന്റെ ഭാര്യയും അല്ല. ദൈവമേ, മോളെ, ദേഷ്യം കൊണ്ട് നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നേ? എന്റെ അമ്മമ്മേ, ഞാൻ ഇത് ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, സത്യമാണ് ഞാൻ പറയുന്നത്. എന്റെ കല്യാണം തീരുമാനിച്ച അന്ന് രാത്രിയിൽ ഇവൻ എന്നെ കൂട്ടിക്കൊണ്ടു പോയത് ഇവന് കല്യാണം കഴിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഒരു ദിവസം മുഴുവൻ ഇവന്റെ കൂടെ എന്നെ താമസിപ്പിച്ചിട്ട് പിറ്റേന്ന് രാവിലെ എന്നെ ഇറക്കി വിട്ട എന്റെ കല്യാണം മുടങ്ങുന്നു ഇവന് ഉറപ്പായിരുന്നു. അങ്ങനെ കല്യാണം മുടക്കി എന്നെയും എന്റെ കുടുംബത്തെയും എന്റെ അച്ഛനെയും ചേട്ടന്മാരെയും ഒക്കെ നാണം കെടുത്താനായിരുന്നു
ഇവന്റെ പദ്ധതി. മോളെ, നീ പറയുന്ന ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ സത്യമാണോ? അമ്മമ്മേ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. അന്നത്തെ രാത്രി നടന്നത് ഇതാണ്. അമ്മമ്മേ, ഈ താലി ആലോക് എന്റെ കഴുത്തിൽ കെട്ടിയതല്ല. ആലോകിനോടുള്ള പ്രതികാരം തീർക്കാൻ ഞാൻ സ്വയം എന്റെ കഴുത്തിൽ കെട്ടിയ താലിയായത്. അലോകേ, അനുശ്രീ പറയുന്നതൊക്കെ സത്യമാണോടാ? അലോകേ, ഇവള് പറയുന്നത് സത്യമാണോ എന്ന്? അതെ, എങ്ങനെങ്കിലും ഇവളുടെ കല്യാണം മുടക്കണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ ഇവള് വേതാളം തൂങ്ങുന്ന പോലെ എന്റെ കഴുത്തിലങ്ങ് തൂങ്ങി. ഇവനെ പോലൊരു വൃത്തികെട്ടവനെ ഭർത്താവായി സ്വീകരിക്കാൻ മാത്രം ഞാൻ അത്രയും പതിച്ചിട്ടില്ല. ഇവൻ ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ. അതിന്റെ പേരിൽ അടിയും വഴക്കും ഉണ്ടാക്കി എന്റെ ആര്യൻ ചേട്ടൻ ജയിലിൽ പോകാൻ പാടില്ല. ഇവൻ ആരുടെ കൂടെ വേണമെങ്കിലും പോട്ടെ. അതിന്റെ പേരിൽ അടിയും വഴക്കും ഉണ്ടാക്കി എന്റെ ആര്യൻ ചേട്ടൻ ജയിലിൽ പോകാൻ പാടില്ല. ആര്യൻ ചേട്ടൻ സന്തോഷമായിട്ടിരിക്കണം, സുഖമായിട്ടിരിക്കണം. അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അപ്പോ അനുശ്രീ തെറ്റുകാരിയായിരുന്നില്ലല്ലേ? ഇത്രയും നാൾ കണ്ടതും കേട്ടതൊക്കെ വിശ്വസിച്ച് ഒരു പെൺകുട്ടിയെ വിധിച്ചു. മനസ്സുകൊണ്ട് അവളെ എത്ര ശപിച്ചിട്ടുണ്ട് ഞാൻ. മോളെ, നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. വാ മോളെ, വാ. അലോകേ, നീ അകത്തു പോകാൻ. മോളെ, ഞാനിത് വിശ്വസിക്കില്ല. വെറുതെ ഒരു താലി കെട്ടി ഭാര്യയായി അഭിനയിച്ചു വരാൻ നിനക്ക് പറ്റില്ല. ഇന്നിപ്പോ ആര്യനും അലോകും തമ്മിൽ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടി നീ ഇങ്ങനൊരു കഥ ഉണ്ടാക്കിയതല്ലേ?
അല്ല അമ്മമ്മേ, ഞാൻ പറഞ്ഞത് 100% സത്യം. സംശയമുണ്ടെങ്കിൽ അലോകിനോട് ചോദിച്ചാൽ മതി. അലോകിനോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹ്, ഇവിടെ നടന്നതൊരു കള്ളക്കല്യാണമാണെന്ന് എനിക്ക് നേരത്തെ തോന്നിയതാ. ഞാനത് രാജശ്രീയോടും ധർമ്മനോടും സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഹ്, അന്ന് സാമ്പാർ അബദ്ധത്തിൽ അലോകിന്റെ തലയിൽ വീണതല്ല, ഇവളുടെ അടുത്ത് ഒഴിച്ചതാ. ഹ്, ആ റൂമിൽ നമ്മൾ റൊമാൻസ് ആണെന്ന് വിചാരിച്ചതൊക്കെ ഇവളുടെ ബഹളമായിരുന്നു. ആണോടി? എന്റെ മോനെ നീ ദ്രോഹിക്കായിരുന്നു. എടത്തി വേണ്ട. എവളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലേ കാരണക്കാരൻ അലോക് തന്നെ ആയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. താലിന്ന് പറയുന്നത് നിസ്സാരമായൊരു സംഗതിയല്ല. കള്ളം പറഞ്ഞിട്ടായാലും കാര്യമായിട്ടായാലും അലോകിനെ ഭർത്താവായി സങ്കല്പിച്ച് ആ താലി അനുശ്രീ കഴുത്തിലിട്ടു. ഇവരിപ്പോ അഭിപ്രായ വ്യത്യാസത്തിലൊക്കെ ആയിരിക്കും കഴിയുന്നത്. അത് കല്യാണം സത്യമാകാത്തതിന്റെ പ്രശ്നങ്ങളാ. നമുക്കൊരു കാര്യം ചെയ്യാം. ബാലനോടും കൂടി ആലോചിച്ച് ഇതങ്ങ് കല്യാണമായിട്ടങ്ങ് നടത്താം. അനുശ്രീ മോളെ, നീ പറഞ്ഞത് സത്യമാണല്ലോ അല്ലേ? അതെ അങ്കിൾ. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളുടെ കല്യാണം നിയമപരമായി നടത്താമെന്ന്. ഒരു അമ്പലത്തിലോ രജിസ്റ്റർ ഓഫീസിലോ മണ്ഡപത്തിലോ എവിടെയാന്ന് വെച്ചാൽ അവിടെ വെച്ച് കല്യാണം നടത്തി ഇത് നമുക്കങ്ങ് ഒഫീഷ്യലാക്കാം. എന്തു പറയുന്നു അനുശ്രീ? അനുശ്രീ, ഇതൊരു നല്ല തീരുമാനമായിട്ടാ എനിക്കും തോന്നുന്നേ. ഇത്രയും ദിവസം നിങ്ങൾ ഒന്നിച്ചായിരുന്നില്ലേ? സ്വന്തമായിട്ടാണെങ്കിലും താലി കഴുത്തി കെട്ടി വിളക്കൊഴിഞ്ഞ് വീട്ടിൽ കയറ്റി ഒരേ മുറിയിൽ ഉറങ്ങി. അങ്ങനെ മറ്റുള്ളവരുടെ കണ്ണില് ഒരു ഭാര്യയും ഭർത്താവിനെയും പോലെ തന്നെ നിങ്ങൾ ജീവിച്ചു. ഇനി ആ ജീവിതം സന്തോഷത്തോടെ തന്നെ അങ്ങ് തുടരാൻ അനുശ്രീ. അനു, യഥാർത്ഥ ഭാര്യയും ഭർത്താവും ആണെന്ന് മനസ്സിലൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഐക്യമൊക്കെ താനേ വരും. ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. തീരുമാനിക്കേണ്ടതേ ഇവര് രണ്ടുപേരും കൂടാ. കാര്യങ്ങൾ വിലയിരുത്താനുള്ള പക്വതയൊക്കെ ഇവർക്കുണ്ട്. അവര് പറയട്ടെ എന്ത് വേണോന്ന്. അലോക് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. അഭിപ്രായം ഇവള് പറയട്ടെ. ആനന്ദേട്ടാ, ആകാശേട്ടാ, എല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾ എന്താ ഇങ്ങനെ മിണ്ടായിരിക്കുന്നത്? ദേ, ഇനി ഒരു നിമിഷം പോലും അനു അവിടെ നിൽക്കാൻ പാടില്ല. നമുക്ക് ഇപ്പൊ തന്നെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം. അമ്മേ, ആരും പറഞ്ഞു തന്നെ ശരി. ഇനി അനുമോളെ കൃഷ്ണമംഗലത്ത് നിർത്തുന്നത് അപകട. അവിടെ നിൽക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അമ്മേ, അമ്മയ്ക്ക് പറയാനുള്ളതെല്ലാം ഞങ്ങൾ കേൾക്കാം. ആദ്യം അനുമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. ചാടി കയറി ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. അനു പറഞ്ഞൊന്നും എനിക്കിനിയും ശരിക്കും മനസ്സിലായിട്ട് പോലും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞു നമ്മളോട് അവളെ കള്ളം പറഞ്ഞെന്തിനാ? അമ്മേ, അനുവിനെ ഭീഷണിപ്പെടുത്തി അവൻ അങ്ങനെ പറയിപ്പിച്ചതാ. പക്ഷേ അനു ഇപ്പൊ പറയുന്നത് സത്യമാ. അമ്മേ, കല്യാണം നടക്കാതെ തന്നെ അവൻ അനുമോൾ ഇത്രയും ടോർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ കല്യാണം നടന്നിരുന്നെങ്കിൽ എന്തായിരിക്കും അവളുടെ അവസ്ഥ? അമ്മേ, എന്റെ മുന്നിൽ വെച്ച് അനുമോളെ എത്ര തവണ അവൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നറിയോ? അലോക് അവൻ ഇഷ്ടമുള്ള പെണ്ണിന്റെ പുറകെ പോട്ടെ. ഇനി അതൊന്നും നമ്മുടെ വിഷയമല്ല. അവള് കാര്യങ്ങൾ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൃഷ്ണമംഗലത്തിൽ ഇനി അവളെ നിർത്തിയ അമ്മേ, അവളുടെ ഭാവി എന്താവുന്നൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, നിങ്ങൾ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ബാലേട്ടനോട് ഞാൻ എന്തു പറയും? നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് അതുപോലെ തന്നെ അങ്ങ് പറയണം. അത്രേ ഉള്ളൂ. ഞങ്ങൾ അനുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവാ. എടാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്.
ബാലേട്ടന്റെ എടുത്തുചാട്ട സ്വഭാവമൊക്കെ നിങ്ങൾക്കും അറിയാലോ. അനുവിനെ നിങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ബാലേട്ടൻ അംഗീകരിച്ചില്ലെങ്കിലോ? അവളെ തിരിച്ച് കൃഷ്ണമംഗലത്തേക്ക് എന്നെ കൊണ്ടാക്കാൻ ബാലേട്ടൻ പറഞ്ഞ നിങ്ങൾ എന്ത് ചെയ്യും? അമ്മേ, ആദ്യം നമുക്ക് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അച്ഛൻ എതിർത്ത എന്ത് ചെയ്യണമെന്ന് അപ്പൊ നോക്കാം. അനുക്കുട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് തന്നെ എന്റെ ആഗ്രഹം. പക്ഷേ അമ്മേ, സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോ അച്ഛൻ എതിർക്കില്ല. അനു കാരണം ബാലേട്ടൻ അനുഭവിച്ച അപമാനം അത്ര വേഗം ബാലേട്ടൻ മറക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അമ്മേ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. അനു പറയുന്നതൊക്കെ സത്യമാണെന്നേ ഇപ്പോഴും എനിക്ക് വിശ്വാസം വന്നിട്ടില്ല. ആര്യനും അലോകും തമ്മിൽ തല്ലാതിരിക്കാൻ അവള് കള്ളം പറഞ്ഞതാണെങ്കിലോ? പറയാം. അല്ലെങ്കിൽ തന്നെ അവള് പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ജീവനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതമാണെന്ന് അവള് നമ്മളോട് പറഞ്ഞതല്ലേ. എന്നിട്ട് അവസാനം എന്താ ചെയ്തേ അവള്? അന്നത്തോടെ എനിക്ക് അവളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. അമ്മേ, അനു കള്ളം പറഞ്ഞതല്ല. മീനു, അതെങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റും? അമ്മ, അത് ഞാനൊരു കാര്യം പറയാം. ഈ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെങ്കിലും ആദ്യം ബാലേട്ടൻ ഒന്നിങ്ങോട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അമ്മേ, അമ്മ അച്ഛനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് വീട്ടിലോട്ട് വരണം, ഒരു അത്യാവശ്യമുണ്ട്, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. എന്താ കോമതി, എന്തിനാ എന്നോട് അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു? അത് ബാലേട്ട, പറയാൻ പോകുന്ന കാര്യം കേട്ട് ബാലേട്ടൻ ദേഷ്യപ്പെടരുത്. അമ്മേ, ഇങ്ങനെ വളച്ചു കെട്ടി പറയാതെ ഉള്ള കാര്യങ്ങൾ അച്ഛനോട് നേരിട്ട് പറ. എന്താ കാര്യം? അച്ഛാ, ഞാൻ ഏടത്തെ ഓഫീസിലാക്കാൻ പോകുന്ന വഴി അലോകിനെ കണ്ടിരുന്നു. അപ്പോ അവന്റെ കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. അച്ഛാ, അലോക് തിരിച്ചെന്നപ്പോ ആരും അത് ചോദ്യം ചെയ്തു. അലോക് ഇവനെ വെല്ലുവിളിച്ചു. അവന് ഇഷ്ടമുള്ള പെണ്ണുങ്ങളോടെ പോകുന്നു പറഞ്ഞു. അനുവിനെയും കുറ്റപ്പെടുത്തി കുറെ സംസാരിച്ചു. അതുകൂടി കേട്ടപ്പോ ഇവന് ദേഷ്യം വന്നു. ഇവൻ അലോകിനെ അടിക്കാനായിട്ട് കൈയോങ്ങി. അതിനിടയിൽ അനു വന്ന് കയറി. അച്ഛാ, അവക്ക് വേണ്ടി ആരും തമ്മിൽ തല്ലണ്ടെന്നും അലോകിന്റെ അവളുടെ കല്യാണം നടന്നിട്ടില്ലെന്നും ആ താലി അവള് സ്വയം കെട്ടിയതാണെന്നും അനു പറഞ്ഞു. ബാലേട്ട, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അലോകിനെ ആര്യനൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടി അവള് കള്ളം പറഞ്ഞതാണെന്ന്. അല്ല അമ്മേ, അനു കള്ളം പറഞ്ഞതല്ല. അവള് പറഞ്ഞതെല്ലാം സത്യമാണ്. അനുവിന്റെ അലോകിന്റെ വിവാഹം നടന്നിട്ടില്ല. ആ താലി അലോക് കെട്ടിയതല്ല. അനു സ്വയം അവളുടെ കഴുത്തിലിട്ടതാ. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എല്ലാം ഞങ്ങൾക്ക് അറിയായിരുന്നു. മിത്രേ, താനിപ്പോ എന്താ പറഞ്ഞേ? തനിക്കെല്ലാം അറിയായിരുന്നോ? എല്ലാ സത്യങ്ങളും അനു ഞങ്ങളോട് പറഞ്ഞിരുന്നു. അതെങ്ങനെ? അവള് കൃഷ്ണമംഗലത്തേക്ക് പോയതിനു ശേഷം നിങ്ങൾ അവളെ കണ്ടിട്ടില്ലല്ലോ. പിന്നെ എപ്പോഴാ അവള് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞത്? ചോദിച്ചത് കേട്ടില്ലേ? ഒരു സമയത്ത് അലോകിനെ അനു സ്നേഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് അവൻ ഫ്രോഡാണെന്ന് മനസ്സിലാക്കിയ ശേഷം അവൾ ആ ബന്ധം ഉപേക്ഷിച്ചു. ജീവനുമായിട്ടുള്ള ബന്ധത്തിന് അവൾക്ക് സമ്മതമായിരുന്നു. ആ കാര്യം ഞങ്ങൾക്കറിയാം. നിങ്ങളൊക്കെ കരുതുന്ന പോലെ അനുമോള് ജീവനെ ചതിച്ചിട്ടില്ല. കല്യാണത്തിന് മുൻപേ തന്നെ അവൾക്ക് ഒരാളോട് പ്രണയം ഉണ്ടായിരുന്നെന്ന സത്യം ജീവനോട് അവൾ തുറന്നു പറഞ്ഞിരുന്നു. ശരി, ജീവനോട് അവൾ എല്ലാം തുറന്നു പറഞ്ഞു. എന്നിട്ടോ? അവള് കല്യാണം കഴിച്ചതാര്യ? ജീവനെയാണോ? അമ്മേ, അത് തന്നെയായിരുന്നു ഞങ്ങളുടെ സംശയം. അലോകുമായിട്ട് എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച അനു പിന്നെ എന്തിനാ അലോകിന് താലി കെട്ടാൻ വേണ്ടി നിന്നു കൊടുത്തത്? അവൻ അനുവിനെ എന്തോ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാ ഈ വിവാഹം നടത്തിയെന്ന് ആര്യൻ സംശയിച്ചിരുന്നു. എനിക്കും മീനു ചേച്ചിക്കും അതേ സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിന്റെ സത്യം അറിയാൻ തീരുമാനിച്ചു.
അനുശ്രീയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വരാൻ മാമനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. മാമൻ അതുപോലെ തന്നെ ചെയ്തു. അവിടെ വെച്ച എല്ലാ കാര്യങ്ങളും അനു ഞങ്ങളോട് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇവിടെ ആരോടെങ്കിലും ഒരു അക്ഷരം പോലും മിണ്ടിയോ? അമ്മേ, ഈ കാര്യങ്ങളൊന്നും മറ്റാരോടും പറയില്ല എന്ന് അനുവിന് ഞങ്ങൾ സത്യം ചെയ്തു കൊടുത്തിരുന്നു. ദേ മീനു, എല്ലാ കാര്യത്തിനും വലിയ പുരോഗമനം പറയുന്ന നിനക്ക് ഇമാതിരി സത്യങ്ങളൊന്നും പാലിക്കാനുള്ളതല്ല എന്നുള്ള ബോധം പോലും ഇല്ലേ? ആകാശേ, അനു എന്റെയും മിത്രയുടെയും കൂടി സഹോദരിയാ. ഞങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച നടന്നതെല്ലാം ഞങ്ങളോട് അവള് തുറന്നു പറഞ്ഞത്. ആ വിശ്വാസം തകർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. അതുമാത്രല്ല, അനു ചിലതൊക്കെ മനസ്സിൽ കണ്ടിരുന്നു. അവളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ് എല്ലാ സത്യങ്ങളും അവള് തന്നെ എല്ലാവരോടും വെളിപ്പെടുത്തുമെന്നും അതുവരെ ഒന്നും ആരും അറിയരുതെന്നും അനു നിർബന്ധം പിടിച്ചപ്പോ ഞങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്തു. മീനു, മിത്രേ, നിങ്ങൾ ഈ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് അറിയാമോ? ഇനി എന്തൊക്കെ ന്യായം പറഞ്ഞാലും നിങ്ങളുടെ ഈ പ്രവൃത്തി ഞാൻ അംഗീകരിക്കില്ല. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തായാലും നിങ്ങൾ ഈ ചെയ്തത് തെറ്റായി പോയി. ഗോമതി, നിർത്ത്. ഇപ്പൊ നടന്നുപോയി. ഇവൾ ഇവിടെ തന്നെ നിക്കട്ടെ. ഞങ്ങളുടെയൊക്കെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളുടെ പെങ്ങൾ ഇത്രയൊക്കെ അനുഭവിച്ചു. ഇനി മതി. അലോകെ, നീ പറ, ഭാര്യയായിട്ട് ഇവള് നിന്റെ കൂടെ വേണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ദേവമംഗലംകാരോടുള്ള പക തീർക്കാൻ വേണ്ടി മാത്രമാ ഞാൻ ഇവളെ പ്രണയിക്കുന്നതായിട്ട് അഭിനയിച്ചത്. ഇവളുടെ മുഖം കാണുമ്പോ തന്നെ എനിക്ക് ദേഷ്യം വരും.